സ്ഥലവും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറാട്ടൻ്റെ വീട് ഇതുവരെ ആരും ആറാട്ടത്തിൽ പോയി പങ്കെടുത്ത് ലോകത്തിൽ ഒരേ ഒരു എയർപോർട്ട് എന്ന് വെച്ചാൽ ലോകത്തിലെ കംപ്ലീറ്റ് അന്നത്തെ 2 ദിവസത്തെ ഫ്ലൈറ്റിന്റെ സർക്കുലേഷൻ നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ടാണ്. അത് എനിക്ക് വേണമെങ്കിൽ പറയാം ശ്രീപത്മനാഭനാണ്. അപ്പം ആ ഒരു എയർപോർട്ട് ക്ലോസ് ചെയ്തില്ല 2 ദിവസത്തേക്ക്. കാരണം ലോകത്തിലെ കംപ്ലീറ്റ് ഫ്ലൈറ്റിന്റെ ചാർട്ടിങ് അതോടുകൂടി തെറ്റും. ഈ 5 മണിക്കൂർ വീതം 10 മണിക്കൂർ 2 ദിവസം അടച്ചില്ല. അപ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ അമേരിക്ക ഇരിക്കുന്നവരുടെ ടൈമിംഗ് വരുമ്പോൾ അവരുടെ പ്ലാൻ നടക്കില്ല. കാരണം അതനുസരിച്ച് ഓൾറെഡി ചാർട്ട് ചെയ്തായിരിക്കും, പക്ഷെ അത്രയും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് അത്രയ്ക്കും വേൾഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ജനിച്ച സ്ഥലം നമ്മളെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് എൻ്റെ ഞാൻ മാക്സിമം ഓരോ പ്രാവശ്യം ഓരോ പുതിയ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഞാൻ ഈ ആറാട്ടൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് ഒരു പുതിയ അറിവാണ്. ഇപ്പോൾ അങ്ങനെ ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള ആറാട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഒരേ ഒരു ടെമ്പിൾ പ്രൊസഷൻ ഒരു എയർപോർട്ട് ക്ലോസ് ചെയ്തിട്ട് 2 പ്രാവശ്യം വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന്റെ ആറാട്ടാണ്. ആ ഒരു ആറാട്ടം എന്ന് പറയുന്നത് നമ്മളുടെ തിരുവനന്തപുരത്ത് ഒരു ദിവസമുണ്ട്. അതായത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം വിവാഹത്തിന്റെ റൂസ് നടക്കുന്ന ദിവസം നമ്മൾ റൂസിനും പോകും. എല്ലാവരും അങ്ങനെയാണ് വെട്ടാട് വെളിയിലും പോകും. നമ്മളെ തിരുവനന്തപുരത്തിന്റെ ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലായിടത്തും പോവാം. അത് യാതൊരു വിലക്കുമില്ല. എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ വൈകിട്ട് ഇപ്പൊ എന്റെ രാജ്യത്താണ് പ്യൂർ റൂസ് ആണല്ലോ. അവിടെ പോയി കറങ്ങിയാകുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്ത് പള്ളിയിലേക്ക് കയറി അപ്പൊ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. ഓരോന്നിനും ഒരു ഇതുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ജനിച്ച സ്ഥലം നിങ്ങൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം വലിയൊരു കാരണം ഞാൻ എപ്പോഴും തിരുവനന്തപുരം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് എത്രയോ സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുണ്ട്. എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് പുതിയ സ്ഥലങ്ങൾ ഓരോ പ്രാവശ്യം ശ്രമിക്കാറുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിക്കാറുണ്ട്. ഒരുപാട് ഹിഡനായിട്ടുള്ള സ്പേസ്. ഇപ്പൊ പൊന്മുടിയിൽ തന്നെ നമ്മൾ പോകാത്ത ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. ഈ ഇടയ്ക്കാണ് ഞാൻ നമ്മുടെ ബ്രൈമൂർ ഒരു ഭാഗത്ത് ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട്. ഒരു വീടിന്റെ ബാക്ക് വശത്ത് പ്രൈവറ്റ് വാട്ടർഫോൾസ്. നോർമലി വെള്ളം വീണ അവിടെ വലിയ കുഴി, അതിനകത്ത് ഒരു 2-3 രൂപ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള ഗംഭീരമായിട്ടുള്ള അവരിപ്പോൾ അത് റിസോർട്ടാക്കി മാറ്റി. അപ്പൊ അത്തരം വീഡിയോകളും പിന്നെ പാലോട് ഒരു കാട്ടത്താറ് സുമതി ബംഗ്ലാവ് ഒരു ബംഗ്ലാവാണ്. അപ്പൊ അതൊക്കെ ഇത്ര യാത്രകളിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് ആ വീഡിയോ കിട്ടാതെ 25 മില്യൺ കഴിഞ്ഞ വീഡിയോ ആണ്.